ബസന്ത്, ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അപ്പാടെ മറികടന്നുകൊണ്ട് വിദേശത്ത് താമസിച്ചു വന്ന മല്യ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്? ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് അറസ്റ്റ് എന്നാണല്ലോ അറിയുന്നത്. അത് ഒരു കൊല്ലം മുമ്പാണ് വിജയ് മല്യ ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ലണ്ടനിലേക്ക് കടന്നത്. ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടെങ്കിലും ഇപ്പോഴാണ് അത് വിജയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്ക്, ലണ്ടൻ സമയം 9:30 മണിക്കാണ് സ്കോട്ട്ലൻഡ് യാർഡ് വിജയ് മല്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ വെസ്റ്റ്മിനിസ്റ്ററിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും വിട്ടുകിട്ടുന്നതിനുള്ള നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. എളുപ്പത്തിൽ വിട്ടുകിട്ടും എന്നുള്ളൊരു സൂചന ഇപ്പോൾ തന്നെ ഇല്ല. എന്ന് വെച്ചാൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി പ്രകാരമാണ് ഇന്ത്യയിലേക്ക് വിജയ് മല്യയെ കൊണ്ടുവരാൻ നോക്കുന്നത്. അതായത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനും കൈമാറുന്നതിനും മുന്നോടിയായി തന്നെ UK-യിൽ നിന്ന് ഒരു സംഘം ഇന്ത്യയിലെത്തിയിരുന്നു. ഈ സംഘവുമായി വിദേശകാര്യ മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ 2-3 കാര്യങ്ങളിൽ ഉറപ്പ് ബ്രിട്ടീഷ് അധികാരികൾ ചോദിച്ചിരുന്നു. ഒന്ന്, വിജയ് മല്യയ്ക്ക് അഥവാ മടക്കിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ തിരിച്ചു തന്നാൽ, മടക്കി കിട്ടിയാൽ തൂക്കുകയർ നൽകുമോ എന്നുള്ളൊരു പ്രധാന വിഷയമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു ബന്ധപ്പെട്ട ഒരു കേസല്ല ഇതാ എന്നുള്ളൊരു മറുപടിയാണ് ഇന്ത്യൻ അധികൃതർ നൽകിയത്. അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമല്ല വിജയ് മല്യ ചെയ്തിരിക്കുന്നത്, ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണ്, അതിനനുസരിച്ചുള്ള ശിക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു മറുപടി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മടക്കിയെത്തിയാൽ അദ്ദേഹത്തിന് എന്തെല്ലാം സൗകര്യങ്ങൾ ജയിലിൽ കിട്ടും എന്നുള്ളൊരു ആവശ്യം കൂടി ബ്രിട്ടീഷ് അധികൃതർ ചോദിച്ചിരുന്നു. ഇതനുസരിച്ചിട്ടുള്ളൊരു മറുപടിയുമാണ് ഇന്ത്യൻ അധികൃതർ നൽകിയത്. ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എക്സ്ട്രഡിഷൻ കോടതി ലണ്ടനിൽ രൂപീകരിക്കുകയും ആ കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ കേസ് അല്ലെങ്കിൽ വിജയ് മല്യയെ ഇന്ത്യയിലേക്ക് വിചാരണ ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുന്നതിന് പറ്റുന്ന അല്ലെങ്കിൽ ഉതകുന്ന കേസാണോ ഇന്ത്യയിലുള്ളത് എന്നുള്ള കാര്യം അവിടുത്തെ കോടതിയാണ് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത്. ആ വിഷയം കൂടി പരിഗണിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. മാധു, ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ കൂടി ചേർന്ന് ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ TP ശ്രീനിവാസൻ, വിജയ് മല്യ അറസ്റ്റിലായിരിക്കുന്നു ലണ്ടനിൽ. തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അറിയുന്നത്. അത് അത്രത്തോളം എളുപ്പമായ ഒരു കാര്യമാണോ? അത് എളുപ്പമായ കാര്യമല്ല. കാരണം എക്സ്ട്രഡിഷൻ ട്രീറ്റി അനുസരിച്ച് നമ്മുടെ കേസ് അവർ കൺവിൻസ്ഡ് ആവണം. അതുപോലെ ഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നുള്ളതും ഇത് രണ്ടും പ്രയാസമാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയല്ല, പണമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അത് ഈസി ആയിരിക്കില്ല. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഇത് തീർച്ചയായിട്ടും സ്വാഗതാർഹം. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ പി ബസന്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ മുൻപ് തന്നെ ലണ്ടനിൽ നിന്നൊരു സംഘം ഇന്ത്യയിൽ എത്തിയിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ താങ്കൾക്കറിയാമോ? ഇന്ത്യയിൽ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തികരമായ മറുപടിയാണോ ലഭിച്ചത്? ആ മറുപടികളുടെ അടിസ്ഥാനത്തിൽ വിജയ് മല്യയുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാനാണ് സാധ്യത? അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണല്ലോ. അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഇത് തിരിച്ചയക്കുന്നത് മറ്റൊരു പ്രശ്നമാണ്. അത് വേറൊരു കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് കുറേ നീണ്ടുപോകാനാണ് സാധ്യത. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ബാങ്കുകളുടെ ഒരു കൺസോർഷ്യത്തിൽ നിന്നും 9,000 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, അതുകൊണ്ട് ആർഭാടപൂർണ്ണമായ ജീവിതം നടത്തുക, ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയ കുറ്റങ്ങളാണ്. പക്ഷെ ആ കുറ്റത്തിന്റെ ഒരു തീവ്രത ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ എത്രത്തോളം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? അവർ മനസ്സിലാക്കും തീർച്ചയായിട്ടും. ഇതിന് ഒരുപാട് എവിഡൻസ് ഉള്ള കാര്യമാണ്, ഇത് രഹസ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ഈ ലീഗൽ ഇത് നടക്കുമ്പം അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഒരുപാട് നൂലാമാലകൾ അതിനകത്ത് ഉള്ളതുകൊണ്ട്. അല്പസമയത്തിനകം തന്നെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയിൽ വിജയ് മല്യയെ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ എളുപ്പത്തിൽ കൈമാറുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടിയും തുടർ നടപടികൾ എന്തൊക്കെയാണ്? അത് ഇനി ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചയക്കാനുള്ള കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമേ അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണം. ശരി, വളരെയധികം നന്ദി ശ്രീ TP ശ്രീനിവാസൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയതിന്. പി ബസന്ത് തുടരുന്നു. ബസന്ത്, എപ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമികമായ അറിയിപ്പെങ്കിലും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടോ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും? വിജയ് മല്യയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ലണ്ടൻ സമയം 9:30 മണിക്കാണ് വിജയ് മല്യയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിൻ്റെ പ്രത്യേക സംഘം തന്നെയാണ് മല്യയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇന്ത്യയിൽ ലഭിക്കുന്നത്. തീർത്തും പെട്ടെന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വിജയ് മല്യയുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 4 മണിക്കൂർ മുമ്പ് വരെ തന്നെ വിജയ് മല്യ ട്വിറ്ററിൽ വളരെ സജീവമായിരുന്നു എന്നുള്ള ശ്രദ്ധേയമാണ്. അദ്ദേഹം ഫോർമുല 1 റേസിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ഒരു 4 മണിക്കൂർ മുമ്പ് വരെ ട്വീറ്റ് ചെയ്തിരുന്നത്.
എന്നുള്ള അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അറസ്റ്റ് എന്നുള്ള സൂചനയാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴും അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം നേരത്തെ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക കോടതി രൂപീകരിച്ച് ഇതിൻ്റെ വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ തന്നെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതി കടക്കുന്നത്. ഇന്ത്യയിൽ CBI എടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രത്തോളം ഗൗരവമുള്ളതാണോ, ഇദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നതിന് പറ്റുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായും കോടതി അക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതിൽ മറ്റൊരു വിഷയമുള്ളത്, വിജയ് മല്യ ലണ്ടനിൽ ചെന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടുമായിട്ടാണ്. അപ്പോൾ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടുമായി അവിടെ എത്തിയ ഒരാളെ മടക്കി അയക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്രിട്ടന് ചില കർക്കശമായ നിബന്ധനകൾ തന്നെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഇദ്ദേഹത്തെ മടക്കി നൽകുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ ബ്രിട്ടനും കഴിയുകയുള്ളൂ എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിനും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നേരിടുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള അതിന് ലഭിക്കാവുന്ന ശിക്ഷ എത്രയൊക്കെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് അധികൃതർക്ക് ഇന്ത്യ കൈമാറിയിട്ടുള്ളത്. ഇവിടെ നെഹ്റു ഭവനിൽ കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച നടന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രധാനമായും ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ഡെത്ത് പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വധശിക്ഷ നൽകുന്ന കാര്യത്തിൽ അവർക്ക് കർക്കശമായ നിലപാടുകൾ ഉള്ള രാജ്യങ്ങളാണ്. ലണ്ടൻ അടക്കമുള്ളവ ഒരു കുറ്റവാളിയെ തന്നെ വിട്ടുകൊടുത്താൽ തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ സാധാരണയായി അവർ വിട്ടുകൊടുക്കാറില്ല. ഈ കാര്യത്തിലും അവർ ആദ്യം ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മല്യയെ മടക്കി തന്നു കഴിഞ്ഞാൽ തന്നെ ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വധശിക്ഷ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം എന്ന് ബ്രിട്ടീഷ് അധികൃതർ പറഞ്ഞു. അപ്പോൾ തന്നെ ഇന്ത്യ സ്ഥിരീകരിച്ചതാണ് സാമ്പത്തിക കുറ്റമാണ്, അതിന് വധശിക്ഷയില്ല, മറ്റ് ജയിൽ തടവടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇന്ത്യ അധികൃതർ ബ്രിട്ടീഷ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മല്യയുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും ബ്രിട്ടീഷ് അധികൃതർ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവുമായും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുമായിട്ടുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ മുമ്പ് ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടുമായി എത്തി, ഒപ്പം ലണ്ടനിൽ തന്നെ തുടരാനാണ്, ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന വിജയ് മല്യ നേരിട്ട് അറിയിച്ചിട്ടുമുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വാലിഡായ പാസ്പോർട്ടുമായി ലണ്ടനിലേക്ക് കടക്കാനുണ്ടായ ഒരു സാഹചര്യം പ്രധാനമാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരാൾക്ക് ലണ്ടനിലും അത്രത്തോളം സ്വാധീനമുള്ള ഒരാളെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടുക എന്നത് എളുപ്പമാണോ? അതിനുള്ള നടപടിക്രമങ്ങൾ ഏറെ ദുഷ്കരമായിരിക്കില്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? ഇതൊരു കോടതി നടപടികളിലേക്കാണ് ഇനി കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ റിമാൻഡ് അടക്കമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇനി കോടതി നടപടികളാണ്. കോടതിയിൽ ഈ കേസ് അല്ലെങ്കിൽ വിജയ് മല്യയെ തങ്ങൾക്ക് വിചാരണ ചെയ്യാൻ വിട്ടുകിട്ടുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് ശ്രദ്ധ ചെലുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ എത്രത്തോളം ഭംഗിയായി അത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കും ഇനി അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള പ്രധാന കടമ്പ. അക്കാര്യത്തിൽ തന്നെ വളരെ വിശദമായി തന്നെ ഉള്ള ഒരു ചാർജ് ഷീറ്റാണ് അല്ലെങ്കിൽ ഒരു FIR ആണ്, ഒരു കേസാണ് ഇന്ത്യയിൽ CBI തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 1000 പേജുള്ള ഒരു ചാർജ് ഷീറ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 9,000 കോടി രൂപയാണ് ബാങ്കുകളെ കബളിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആഡംബര ജെറ്റും ഇദ്ദേഹത്തിൻ്റെ ആഡംബര വസതിയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ലേലത്തിന് വെച്ചിരുന്നു. അത് ലേലത്തിൽ പിടിച്ചിട്ടുണ്ട് പലരും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. CBIയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഇന്ത്യക്ക് ആവശ്യമായ ഒരു ക്രിമിനലിനെയാണ് ആവശ്യം എന്നുള്ളൊരു നിലപാടിലേക്ക് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായ വിവരങ്ങൾ നൽകിയത്.